വ്യാസമഹർഷി പറഞ്ഞു, സമ്പൂർണ്ണ ക്ഷത്രിയകുലവും നശിക്കുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്, ഒരു സംശയമില്ല. ധൃതരാഷ്ട്രർ വ്യാസമഹർഷിയെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും വിധി തന്നെയല്ലേ വ്യാസമഹർഷി? ഇവരെല്ലാം ഉയർന്ന കുലത്തിലേക്ക്, ഉയർന്ന ലോകങ്ങളിലേക്ക് ജനിക്കത്തില്ലേ? അവർക്ക് പരിപൂർണ ആനന്ദം അവിടെ ലഭിക്കത്തില്ലേ? അവർ കീർത്തിമാനായിട്ടും സന്തോഷവാനായിട്ടും ഭവിക്കത്തില്ലേ? ഇതിൻ്റെ ഉത്തരം വ്യാസമഹർഷി ഉടനെ പറഞ്ഞില്ല. അദ്ദേഹം ധ്യാന നിമഗ്നനായിട്ടിരുന്നിട്ട് പറഞ്ഞു, കാലചക്രം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും നശിപ്പിക്കുന്നു. ഈ ലോകത്തുള്ള ഒന്നും ശാശ്വതമല്ല. ധർമ്മം മാത്രമേ നിലനിൽക്കൂ. ആ ധർമ്മം പ്രവർത്തിച്ച ആത്മാവ് ബാക്കിയെല്ലാം നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല. ആ ആത്മാവ് ചെയ്ത ധാർമ്മിക പ്രവൃത്തികളും നശിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ മക്കളെ ധർമ്മത്തിലേക്ക് നയിക്കൂ. ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ആ വഴിയിലേക്ക് നയിക്കൂ. അദ്ദേഹമാണ് ശരിയായിട്ടുള്ള വഴി നമുക്ക് പറഞ്ഞു നൽകുന്നത്.